ഹായ് ഡിയേഴ്സ്, ഇന്ന് കാണിക്കുന്ന വീഡിയോന്റെ പ്രത്യേകത പറഞ്ഞാല് അകത്ത് 1600-800 അത് നല്ല രീതിയിൽ 6-4 ഭംഗിയായിട്ട് സ്ക്വയറിലായിട്ട് സ്പേസർ ടെപ്പോക്സ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ഉള്ളിലുള്ള കാര്യം പറഞ്ഞത്. മാത്രമല്ല ഈ വീടിന്റെ അകത്ത് ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മളെ കരിങ്കപ്പാറ സിദ്ദീഖും അദ്ദേഹത്തിന്റെ ഭാര്യ ആമിനയും കൂടെ, വേറെ ആരും ചെയ്തില്ല. അവർ പല ചാനലുകളും നമ്മളെ ചാനലടക്കം പല ചാനലുകളും കണ്ടിട്ടുള്ള ഓരോ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഹോം മെയ്ഡ് ഇന്റീരിയർ ചെയ്തൊരു വീടാണ്. 2500 സ്ക്വയർ ഫീറ്റ് കരിങ്കപ്പാറ സിദ്ദീഖ് ആമിന ദമ്പതികളുടെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. കട്ട നീക്കി കഴിഞ്ഞാൽ ഡൈനിങ് ഹാൾ കാണാൻ പറ്റും. ബെഡ്റൂം ആണെന്ന് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് പാർട്ടിഷൻ ചെയ്തത്. പ്ലെയിൻ ഗ്ലാസ്സിൽ ക്യൂട്ടായിട്ട് കിട്ടാൻ നാച്ചുറൽ പ്ലാന്റ്സ് ആണ് ഈ സ്റ്റെയറിനോട് കൂടെ കൊടുത്തിട്ടുള്ളത്. ഒരു മുറ്റത്ത് തന്നെ എല്ലാവരും വീട് വെച്ചിട്ടുള്ളത്. ഏട്ടനും തറവാടും അനിയനൊക്കെ ഒരിടത്താണ്. ഏറ്റവും രസം എക്സ്റ്റീരിയർ ആണ്. നല്ല രസമായിട്ട് CNC കട്ടിങ് ചെയ്തിട്ടുള്ള ഈ എക്സ്റ്റീരിയർ വിൽക്കും. അതിന്റെ പുറത്ത് കൊടുത്തുള്ള ക്ലാഡിങ് ടൈലും കേട്ടോ നല്ല രസകരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ബോക്സ് പോലെയാണ് സിറ്റ് ഔട്ട്. കയറി വരുമ്പോൾ തന്നെ ടാൻ ബ്രൗൺ ലെപ്പോത്രയാണ് സ്റ്റെപ്പിലിട്ടുള്ളത്. ഫുൾ ലെങ്ത്തിലാണ് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. അത് കയറി കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള അതേപോലെ നമ്മൾ സാറ്റിൻ മാറ്റ് ആയിട്ടുള്ള അസർവയുടെ 1600-800 വിറ്റിട്ടുള്ളത്. അത് ഒരു ബീച്ച് കളർ നല്ല രസകരമായിട്ട്. ബാക്കിലൊരു വിൻഡോ ആണ്. അകത്തേക്ക് ഒന്ന് കയറി നോക്കാം. ഹാളിന്റെ പ്രത്യേകത ഡബിൾ ഹൈറ്റ് ആണ്. ഡബിൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഉള്ള ഡബിൾ ഹൈറ്റ് ആട്ടോ. ഫുൾ ലെങ്ത് തന്നെ ഡബിൾ ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല സ്പേസ്, വലിയൊരു ഫീൽ കിട്ടുന്നുണ്ട്. സോഫ നല്ല മനോഹരമായിട്ടുള്ള സോഫയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഫ്ലോറിൽ 800, 1600 രണ്ട് പീസ് വെച്ചിട്ട് അതിൻ്റെ 4 സൈഡിൽ മാത്രമേ സ്പേസർ ഡെപ്പോസിറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശം എത്ര കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1600-1500 സ്ക്വയർ ഡിസൈൻ ചെയ്തായിരിക്കും. 2 മീറ്റർ സ്ക്വയറിൽ ചെയ്ത അതേ ഫീലാണ് എപ്പോക്സിറ്റ് ഉള്ളത്. ബീച്ച് കളറാണ്. മാറ്റ് വീട്ടിൽ വിടുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതുപോലത്തെ അസറോടെ മാറ്റ് ഇട്ട പോലത്തെ മാറ്റ് ഇടണം. സാറ്റിൻ മാറ്റ് ഇടണം, അല്ലെങ്കിൽ ചളി പിടിക്കും. ഇത് സാറ്റിൻ മാറ്റാണ് എന്ന ചളി പിടിക്കില്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. നാച്ചുറൽ പ്ലാന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. വളരെ വൃത്തിയായി കിടക്കുന്ന സ്റ്റെയറിന്റെ ബാക്ക് അത്ര ഭംഗിയായിട്ട് വെച്ചിട്ട് അറിയും. ഫുൾ വിൻഡോ ബാക്കിൽ ഇതുപോലെ തന്നെ മോസ്കിറ്റോ വിൻഡോ കൊടുത്തിട്ട് ഓളാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ ജാളി കൊടുത്തിട്ടുണ്ട്. നല്ല എയർ പാസ് വരും, നല്ല വെളിച്ചം കിട്ടും. അത് ക്യൂട്ടായിട്ട് കിട്ടാൻ നാച്ചുറൽ പ്ലാന്റ്സ് ആണ് ഈ സ്റ്റെയറിനോട് കൂടെ കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ ആയി കിടക്കുന്ന വിശാലമായിട്ടുള്ളതാണ് ഈ വീടിന്റെ ഒരു പ്രത്യേകത. ഡൈനിങ് ഹാള് 6 ആൾക്ക് 8 ആൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും. പ്യൂർ വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല രസമുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടുള്ള ലൈവ് കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. ബാർ കൗണ്ടറൊക്കെ നല്ല മനോഹരമായി ചെയ്തത്. അതിന്റെ മേലെ നല്ല രീതിയിൽ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനൊരു പ്രത്യേകത പറഞ്ഞാൽ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഈ കിച്ചന്റെ ഭംഗി ഡൈനിങ് ഹാളിൽ ഇരുന്ന് ആസ്വദിക്കാൻ സാധിക്കും. മോഡുലാർ കിച്ചന്റെ ഇവിടെ വാഷ് ബേസിൻ ഏരിയ കൊടുത്തിട്ട് ആ ഏരിയയിൽ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. ചാർക്കോൾ പാനൽ, റൗണ്ട് മിററും കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലൂ കളർ കോളറിന്റെ വാഷ് ബേസിനും കൊടുത്ത് ടാപ്പും കൊടുത്തിട്ടുള്ള അതിന്റെ അടിയിൽ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ള ഒരു വാഷ് ബേസിൻ ഏരിയയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പാർട്ടീഷൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ ഭക്ഷണം കഴിക്കുന്ന ഏരിയയും ലിവിംഗ് ഏരിയയും കൂടെ തമ്മിലുള്ള പാർട്ടീഷൻ നല്ല രസമുള്ള ഫ്ലൂട്ടഡ് ഗ്ലാസ് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ പ്രത്യേകത ഏറ്റവും ടോപ്പ് ടെക്നോളജിയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഇവർ തന്നെ ചെയ്താട്ടോ. പല വീഡിയോസും കണ്ടിട്ടുള്ളത്. നമ്മളെ ചാനൽ കാണുന്ന ആളുകൾക്ക് എന്നോട് പറയാറുണ്ട് ഞങ്ങളെ വീട്ടിൻ്റെ പല കാര്യങ്ങളും നിങ്ങളെ വീഡിയോ ഒന്ന് കാണാറുണ്ടെന്ന്. അവർക്കൊക്കെ ഒരുപാട് സന്തോഷം. നമ്മൾ അത് കേൾക്കുമ്പോൾ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഇവിടെ കണ്ടോ നല്ല രീതിയിൽ ഗോൾഡിഷ് കളറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നാനോ വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റോക്കിന്റെ ഏരിയയിലും പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സ്റ്റോറേജ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഓപ്പൺ കിച്ചണാണ്, മോഡുലാർ കിച്ചൺ. നേരത്തെ പറഞ്ഞ പോലെ ഡൈനിങ് ഹാളിൽ തന്നെ കാണാൻ പറ്റും. ചിമ്മിണി ഹോബൊക്കെ സെൻട്രൽ ഹൈലൈറ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. വോളൊക്കെ നല്ല പ്ലെയിൻ വൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലെയിൻ വൈറ്റ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ബാക്കിയുള്ള ഭാഗത്തൊക്കെ പുട്ടിയിട്ടിട്ട് വൈറ്റ് കളർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നാനോ വൈറ്റ് ഡബിൾ തിക്നെസ് കൊടുത്തിട്ട് ബ്ലാക്ക് സിങ്കും കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് ഏരിയ ഒക്കെ ഒരു ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ വൈറ്റും സൈഡിലൊക്കെ ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. കോട്ടോ സ്റ്റോൺ ഗ്ലോസിയാണ് ഇതിന്റെ ഫ്ലോറിൽ വെച്ചിട്ടുള്ളത്. ഒലീവ് ഗ്രീൻ കളർ കേട്ടോ. മാത്രമല്ല നല്ല രസമുള്ള മധുരനെല്ലിക്ക ഇവിടെ സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് തേനിലിട്ടത്. അത് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് ആണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ്. അതിൽ മാസ്റ്റർ ബെഡ്റൂം കണ്ടില്ലേ, എന്ത് രസകരമായിട്ട് ഓപ്പൺ ബെഡ്റൂമാണ്. ഈ ഗ്ലാസ് ഇങ്ങനെ കട്ട നീക്കി കഴിഞ്ഞാൽ ഡൈനിങ് ഹാൾ കാണാൻ പറ്റും. ബെഡ്റൂം ആണെന്ന് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. പ്ലെയിൻ ഗ്ലാസ്സിൽ. അതുപോലെ തന്നെ വാർഡ്രോബ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് കണ്ടോ. പ്ലെയിൻ ഗ്ലാസ്സിൽ പുതിയ ആ ട്രെൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. സ്ക്വയർ പൈപ്പ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇവിടെ ഡ്രസ്സിംഗ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല രസകരമായിട്ട് ഡ്രസ്സിംഗ് യൂണിറ്റും ഫുൾ ലെങ്ത് മിററും കൊടുത്തിട്ടുണ്ട്. അതിനോട് കൂടെ തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബാത്റൂമിൽ അസർവയുടെ ഫുൾ ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. ഫുൾ ബോഡി ഒലീവ് ഗ്രീനും വൈറ്റും കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഫ്ലോർ ലൈറ്റിന്റെ മാറ്റും വാൾ മോഡൽ ക്ലോസറ്റും അതിന്റെ കൂടെ തന്നെ ഒരു മിററും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂമാണ് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബേബിന്റെ ഒക്കെ ഈ ബെഡ്റൂമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതും ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ നല്ല പിങ്കിഷ് കളറാണ് കൊടുത്തിട്ടുള്ളത്. സിലിണ്ടർ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മളെ സിദ്ദീഖിന്റെ തറവാട്ടിലേക്കും ഏട്ടന്റെ വീട്ടിലേക്കൊക്കെ നോട്ടം കിട്ടും. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന, വേണമെങ്കിൽ കെടുക്കാനുള്ള സൗകര്യത്തിൽ തന്നെ ബേബിന്റെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ പ്രത്യേകത പറഞ്ഞാൽ
ഇത് സിദ്ദീഖും അവൻ്റെ വൈഫും കൂടെ ഡിസൈൻ ചെയ്താന്നാണ് പറഞ്ഞത്. ഒരു ഇന്റീരിയർ ഡിസൈനറും ഇല്ല, അവരെന്നെ വീഡിയോസ് കണ്ടിട്ട് ചെയ്തെന്നാണ് പറഞ്ഞത്. നല്ല രസമായിട്ട് ഫ്ലോറിൽ കൊടുത്തുള്ള ടൈലും അതിന്റെ കളർ സ്കീമും ഒക്കെ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. ബാത്റൂം അറ്റാച്ച് ആണ്, പ്ലെയിൻ കൊടുത്തിട്ടുണ്ട്, ഫുൾ ബോഡി കൊടുത്തുള്ള അസർവയുടെ ഫുൾ ബോഡി ഗ്രേ കളറാണ് കൊടുത്തുള്ള ബാത്റൂമിൽ. വുഡിൽ ചെയ്ത സ്റ്റെയർ ആണ് മറ്റൊരു പ്രത്യേകത. പ്ലെയിൻ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നല്ല സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ലാൻഡിങ് ഇവിടെ ഫുള്ളായിട്ട് ഈ വോള് വുഡിന്റെ ലാൻഡിങ്ങിന്റെ ഈ വോള് ഫുള്ളായിട്ട് കൊടുത്തുള്ള ജാലിയിലാണ്. അതുകൊണ്ട് നല്ല എയർ പാസ് ഉണ്ടാവും. നല്ല രീതിയിൽ പ്രകാശം കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ള സിദ്ദീഖും വൈഫും. കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ UPVC വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പ്രകാശം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഹാളിലേക്ക് നിൽക്കില്ല. നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാള് ഇതിന്റെ മുകളിലുണ്ട്. 2 ബെഡ്റൂം ഉണ്ട്. ബെഡ്റൂമിന്റെ പണി ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, കാരണം ഒരു ചെറിയ ഫാമിലി ആണല്ലോ. ഇവിടെ ഇരുന്ന് ആടാൻ പറ്റിയ നല്ലൊരു ഊഞ്ഞാലുണ്ട്. ഒരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ചാർക്കോൾ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറിലിട്ടുള്ള 1600, 800 ഇവിടെ ചെയ്തിട്ടുള്ള ഡിസൈൻ എന്ന് പറഞ്ഞാൽ 2600, 800 ജോയിന്റ് ഫ്രീ ആയിട്ട് വിരിച്ചിട്ട് അതിന്റെ 4 സൈഡിലും എപ്പോക്സിറ്റ് സ്പേസ് എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. അതുപോലെ ഈ ഊഞ്ഞാലിൽ ഇരുന്ന് ഇങ്ങനെ ആടിയിരിക്കാൻ പറ്റും. TV യൂണിറ്റ് ഇവിടെ ആണെങ്കിൽ കുട്ടികളുടെ പഠനങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. സ്റ്റഡി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. രസകരമായിട്ടുള്ള ഒരാൾ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഒരാൾ. വിശാലമായിട്ടുള്ള ഒരു ഓപ്പൺ ബാൽക്കണിയാണ് മറ്റൊരു ഹൈലൈറ്റ്. ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്ന തറവാട് വീടും എല്ലാം കാണാൻ പറ്റുന്ന നല്ല വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇതിന് കൂടെ സെറ്റ് ചെയ്തത്. നമ്മൾ കണ്ട ഈ വീടില്ലേ, പുറത്തു നിന്നുള്ള സാധാരണ ഒരു വീട്, ഉള്ളിൽ നിന്നൊരു വെസ്റ്റേൺ ലുക്കിൽ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഓണർമാരായ സിദ്ദീഖും ആമിനാണ് ഇരിക്കുന്നത്. നമ്മളെ ഫ്രണ്ടാണ്, കുടുംബക്കാരാണ്. സിദ്ദീഖ് ഭായ്, കൺഗ്രാജുലേഷൻ. അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളെ വീടിന്റെ ഈ ഡൈനിങ് ഹാളും ആ ഓപ്പൺ ആയിട്ടുള്ള ബെഡ്റൂമും അതുപോലെ തന്നെ ആ ഓപ്പൺ ആയിട്ടുള്ള കിച്ചണൊക്കെ. വീട് പണി കഴിഞ്ഞിട്ട് എല്ലാവരും എന്താ പറഞ്ഞു? നല്ല അടിപൊളി വീട്. എല്ലാവരും പറഞ്ഞ നല്ല അടിപൊളി വീടാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. കുടുംബക്കാരൊക്കെ എന്താ പറഞ്ഞു? നല്ല ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞ് ഒരു ഓപ്പൺ കിച്ചണും പിന്നെ ഈ ഗ്ലാസ് ഇട്ട ബെഡ്റൂം ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. എന്താണ് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. മോശമൊന്നും പറഞ്ഞില്ല. കൂട്ടുകാർ വന്നിരുന്നോ? എല്ലാരും വന്നിരുന്നു. കുടുംബക്കാരും സുഹൃത്തുക്കളും എല്ലാരും വന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ടതിന്റെ പുതിയ വീട് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഒരുപാട്. നിങ്ങൾ ഇതിൽ കുറെ ടിപ്സുകൾ നിങ്ങളെ എടുത്ത് വെച്ചാണല്ലോ, നിങ്ങളെ ഐഡിയകളാണല്ലോ. എങ്ങനെയാണ് നിങ്ങൾ അത് കണ്ടെത്തിയത്? കണ്ടെത്തി എൻ്റെ ഓരോ ഞാൻ ഇവളോട് ചോദിച്ചു ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ. പിന്നെ ഞാൻ യൂട്യൂബിൽ നിങ്ങളെ ഓരോ വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ അതിന്നും കുറെ ഇന്റേതായിട്ട് നിങ്ങളുടേതായിട്ട് ഞാനും കുറെ എടുത്തിട്ടുണ്ട്. അല്ല, നമ്മളെ വീട് വെക്കുന്ന നമ്മളെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ അഭിപ്രായം ഇപ്പൊ നിങ്ങളെ ഈ സ്റ്റെയറിന്റെ താഴത്തുള്ള പ്ലാൻസ് ഒക്കെ വെച്ചത് അവിടെ സാധാരണ ഒരു വൃത്തിയായി കിടക്കുന്ന സ്ഥലമാണ്. അവിടെ നല്ലൊരു പ്ലാൻസ് വെച്ചോട് കൂടി നല്ല ഒരു രസമുള്ള സ്ഥലമായി മാറി. അങ്ങനെ ഓരോ വീട് കാണുമ്പോൾ ഓരോരുത്തർക്ക് ഇതുപോലെ അമിതം പോലെ നിങ്ങളെ പോലെ വീട് കാണുന്ന ആളുകൾ നോക്കിയിട്ട് എന്ത് ചെയ്യും, അവരുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം കഴിഞ്ഞിട്ട് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, നമ്മളെ ചാനൽ കാണുന്നതോടുകൂടെ പുതിയ അപ്ഡേറ്റ് കിട്ടും. ഇപ്പൊ ഇവിടെ സിൽവാൻ നിങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ വരുന്നത്. നമ്മളെ പ്രൊഡക്റ്റ് ഉള്ള വീട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യല്. അപ്പോൾ അവിടെ വരുമ്പോൾ ആ കാണുന്ന ടിപ്സുകൾ ആളുകൾ കിട്ടും. അപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. എല്ലാ അടുത്ത ആളുകൾ തിരുവനന്തപുരത്തും കാസർഗോഡ് നിൽക്കുന്നത്. സിൽവാനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. ഒരുപാട് ഈ ടൈൽ എടുത്തപ്പോൾ മുസ്തഫാക്കൻ ഡിസ്കൗണ്ട് ഒരുപാട് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഫിറ്റിംഗ്സ് ഒക്കെ എനിക്ക് സ്പോട്ടിൽ ഡെലിവറിയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിറ്റിംഗ്സിലൊക്കെ നല്ലോണം അവിടുത്തെ പിന്നെ എന്താ പറയാ സ്റ്റാഫുകള് ഇവിടെ വന്ന് ഞങ്ങൾക്ക് സജഷൻ തന്നിട്ടുണ്ട്. നല്ല ലൈറ്റിംഗ് ആവുമ്പോൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കുമല്ലോ. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞത് ലൈറ്റിംഗ് എഞ്ചിനീയർ പ്രാവശ്യം വന്നവര് പല സൈറ്റിലും പോകാറുണ്ട്. ലൈറ്റിംഗ് എഞ്ചിനീയർ എന്ന ഡിവിഷൻ തന്നെ സിൽവാൻ ഉണ്ട്. വീട് എടുക്കുന്ന ആളുകൾക്ക് അതിന്റെ ആവശ്യത്തിനുള്ള ലൈറ്റുകൾ അഞ്ചും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ എന്തായാലും അഞ്ചുവിനെ സൊല്യൂട്ട് ഇരിക്കുന്നുണ്ട്. അഞ്ചുവിന്റെ പേരൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ഫ്ലോറിൽ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ല സ്ക്വയറിൽ 2 മീറ്റർ വിരിച്ച പോലെ ഉണ്ട്. ഈ ഐഡിയ ആരെയും എങ്ങനെ ചെയ്ത്? സംഭവം നടുവിൽ സ്പേസ് ഒഴിവാക്കി ബാക്കിയുള്ള എടുക്കുന്ന സമയത്ത് അവിടുന്ന് ഒരാൾ പറഞ്ഞത് അല്ലെ? അതാ പറഞ്ഞത്. സിൽവാനിൽ നിങ്ങൾ വരുമ്പോൾ സാധാരണ ഒരാളാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നോളജുകളും അവിടെ സ്പ്രെഡ് ചെയ്യും. ഇപ്പൊ ലൈറ്റിനെ കുറിച്ച് അവർ പറഞ്ഞു. ഇതന്നെയാണ് നമ്മളെ ബ്രാൻഡിങ്. ലൈറ്റിംഗ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സംഭവം അവരുടെ വീട്ടിൽ ഏതൊക്കെ ലൈറ്റ് വെച്ചാൽ ഇത്ര നിറം ഉണ്ടാവും എന്നുള്ളതൊക്കെ നമ്മളെ സ്റ്റാഫായിട്ടുള്ള അഞ്ചും കൊടുത്തു. ടൈൽസ് ഇങ്ങനെ വിരിച്ചാൽ ഭംഗി ഉണ്ടാവുന്നത് അത് അവർ എന്താ പറഞ്ഞു നമ്മുടെ സ്റ്റാഫായിട്ടുള്ള സിൽവാനിലെ സെയിൽസ്മാരും പറഞ്ഞു കൊടുക്കുന്നു. സിൽവാനിലെ ആളുകൾ വരാൻ കാരണം, തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് നിന്നൊക്കെ വരാൻ കാരണം തന്നെ അവരുടെ കൂടെ നിന്നിട്ട് അവരുടെ ക്വാളിറ്റിക്കുള്ള സാധനങ്ങൾ സെറ്റാക്കി കൊടുക്കണം. അല്ലാതെ നമ്മളേക്കുള്ള സാധനം വിൽക്കലല്ല സിൽവാന്റെ പരിപാടി. വരുന്ന ആളുകളുടെ ആവശ്യം നോക്കിയിട്ട് വിൽക്കലാണ്. എന്തായാലും സിൽവാന്റെ ഒരു സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ഫാമിലിയിലേക്ക് സിദ്ദീഖ് ഭായ് എന്തായാലും സ്വാഗതം. എന്തായാലും എൻ്റെ ഫാദറിന്റെ ഫ്രണ്ടിന്റെ മകനാണ്. അത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. അതിന് മുന്നേ ഞാൻ അറിയില്ല. കരിങ്ങപ്പാറ എൻ്റെ ഫാമിലിയാണെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ ഫാദറിന്റെ അടുത്ത ഫ്രണ്ടിന്റെ ഒരു മകനാന്നുള്ളത് തത്വത്തിലാണ്. ഒരുപാട് സന്തോഷം. നിങ്ങളെ വീടിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. കുടുംബക്കാരൊക്കെ സജസ്റ്റ് ചെയ്യില്ലേ മാഡം? എല്ലാവരും സജസ്റ്റ് ചെയ്യില്ലേ സിൽവാനിലേക്ക്? എന്തായാലും താങ്ക് യു സിദ്ദീഖ് ഭായ്. താങ്ക് യു.